സമയത്ത് നീ ഇത് പറയണം. ഒളുവോടുകൂടി വേണം നീ ഉറങ്ങാൻ. ഒളുവെടുത്തിട്ട് വേണം നീ ഉറങ്ങാൻ. ഉറങ്ങുമ്പോ നീ ഒളുവുണ്ടെങ്കിൽ നിന്റെ ഉറക്കവും ഇബാദത്ത്, നിന്റെ ഉറക്കം വരെ ഇബാദത്താ സഹോദര. ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങ്. ഒളു മുറിയുകയോ മുറിയാതിരിക്കോ അത് നിന്റെ വിഷയമല്ല. ഒളു മുറിയുകയോ മുറിയാതിരിക്കുക അത് നിന്റെ വിഷയമല്ല. നീ കിടക്കുന്ന സമയത്ത് ഒളുവെടുത്ത് അൽഹംദുലില്ലാഹ് ഈ അദ്കാറുകൾ പറഞ്ഞുകൊണ്ട് നീ കിടന്നുറങ്ങ്. ആ കിടപ്പി കിടന്നു മരിച്ചാലും നീ രക്ഷപ്പെട്ടു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ മാത ശാബുൻ തായിബുൻ, അല്ലാഹുവിന്റെ റസൂൽ പെട്ടെന്ന് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ അവന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്. തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്. എന്തിന്? നിനക്ക് കാവൽ നിൽക്കുകയാണ്, നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ പുറത്തു കൊടുക്കണേ അല്ലാ, ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. നീ ഒരിക്കലും ദുസ്വപ്നം കാണൂല. ആരും പറയും ഉസ്താദെ ദുസ്വപ്നങ്ങൾ കാണുന്നു. ഇന്ന് ആരോ വിളിച്ചിട്ടൊരു സംശയം ചോദിച്ചു, എന്ത് മറുപടി പറയാനല്ല? ആരോ വിളിച്ചിട്ട് ഉസ്താദെ ഒരു സ്വപ്നം കണ്ടു, അതിന്റെ വിവക്ഷ എന്താ? എന്തോ ഇങ്ങനെ കബറോ എന്തോ കാണും. ഞാൻ പറയുങ്ങളൊന്നും എന്തോ ഒരു, ഞാൻ തന്നെ ചിരി തോന്നി. ആരോ വിളിച്ചിട്ട് ഇന്നൊരു സ്വപ്നം കണ്ടതിന്റെ വ്യാഖ്യാനം ചോദിച്ചു. എപ്പോഴും ഇത് തന്നെ കാണാൻ. ഞാൻ ചോദിച്ചു വേറെ ഒന്നും കാണാനില്ലെന്ന്. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, നിങ്ങൾ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കിടന്നാൽ ഒരു ദുസ്വപ്നവും നീ കാണത്തില്ല. എന്തെങ്കിലും കണ്ടാൽ അത് നല്ല സ്വപ്നവുമായിരിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. കിടന്നുറങ്ങുമ്പോൾ ഈ കുട്ടികളൊക്കെ ഉറക്കത്തിൽ നിന്നൊക്കെ ഞെട്ടി ഇണരാറുണ്ട്. അതെങ്ങനാ? ഒന്നും പറയാതെ കൊണ്ട് കിടത്തണേ. ഒരു ആയത്തുൽ കുർസി പോലും നമ്മൾ ഓതാറില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളൊക്കെ ഉറക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് വേണം കിടത്തി ഉറക്കാൻ. അതെങ്ങനെ? ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങോട്ട് കിടത്തും, മൊബൈലും വെച്ചുകൊണ്ട് കുത്തിക്കൊണ്ടിരിക്കും. എവിടെ ദുആ, എവിടെ ദിക്ർ, അവസാനം നെഞ്ചത്ത് വെച്ചുകൊണ്ട് അങ്ങ് ഉറങ്ങും. അള്ളാഹു കാക്കുമാറാകട്ടെ. പിന്നെ പട്ടി കടിക്കാൻ വരുന്നു, പാമ്പ് കടിക്കാൻ വരുന്നു, ഖബറ് കാണുന്നു. അല്ലാഹു പടച്ചോനെ നരച്ചു. അതല്ല പേടിപ്പിക്കണേ, അതല്ല നന്നാക്കാൻ വേണ്ടി കാണിച്ചു തരുന്നയാ. ഇതെങ്ങനെ? നെഞ്ചത്ത് വെച്ചോണ്ടല്ലേ, മൊബൈലും വെച്ചോണ്ട് വാട്സപ്പിലൂടെ. ചിലരൊക്കെ ഇങ്ങനെ വിളിച്ച് അങ്ങ് കഴിഞ്ഞു ഉറക്കം, ഫോൺ വിളിച്ചോണ്ട് ഉറങ്ങി. അവസാന വാക്ക് കാമുകിയോട് സംസാരിച്ചത്, മരിച്ച നിന്റെ കാര്യം പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. അവസാനം ചെയ്യുന്ന കാര്യം നന്മയായിരിക്കണം. നാളെ പരലോകത്ത് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ആ കോലത്തിൽ, ആ നന്മ ചെയ്ത അവസ്ഥയിലായിരിക്കും നാളെ കണ്ടുമുട്ടുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, നിന്റെ വീടിന്റെ അകത്ത് ദിക്റുകൾ പറയാറ് റസൂലുള്ള പറഞ്ഞു തന്ന സ്ഥലങ്ങളുണ്ടല്ലോ. ഒന്ന്, നീ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ. രണ്ട്, നീ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, നീ വീട്ടിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും നീ അള്ളാഹിനെ കുറിച്ച് പറയണേ. നീ വീടിനകത്തേക്ക് വരുമ്പോഴും വീടിന്റെ പുറത്തേക്ക് പോകുമ്പോഴും പറയണമെന്ന് പ്രവാചകം പഠിപ്പിച്ചു തന്ന ദിക്റുകളും ദുആകളും നീ പറയണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, വീടിനകത്ത് കയറുമ്പോ ദിക്ർ, ഇറങ്ങുമ്പോ ദിക്ർ, വീടിന്റെ അകത്തിരുന്ന് ദിക്റുകൾ പറയാം. ബാത്റൂമിൽ കയറുന്നതിന് മുമ്പും ഇറങ്ങിയതിന് ശേഷവും അദ്കാറുകൾ പറയാം. ഭക്ഷണം കഴിക്കുമ്പോൾ ദിക്റുകൾ പറയാം. എന്തിന്? നിന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുമ്പോ, കിടന്നുറങ്ങുമ്പോ വരെ നിനക്ക് ദിക്റുകൾ പറയാം. ഇത് പറയുന്നതിലൂടെ നിന്റെ വീട് മലക്കുകളുടെ സാന്നിധ്യമുള്ള, ജീവനുള്ള, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള, സമാധാനമുള്ള വീടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ വീട് എങ്ങനെ ആക്കി തരുമാറാകട്ടെ. പ്രവാചകൻ ഇവിടെന്ന് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആറാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, തജഅലു ബുയൂതകും മഖാബിറാ ഇന്ന ശൈത്താന യൻഫുറു ഫീ ബൈതി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നീ നിന്റെ വീടിന്റെ അകത്ത് ഖുർആൻ പാരായണം ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ വീടിന്റെ അകത്ത് സമാധാനം വേണമെങ്കിൽ, നിന്റെ വീടിന്റെ അകത്ത് സന്തോഷം വേണമെങ്കിൽ, അല്ലാഹു നിനക്ക് സന്തോഷമുള്ള ജീവിതം തരണമെങ്കിൽ നീ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യണേ. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ ഓതണേ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണേ. കാരണം എന്തെന്നറിയുമോ?
എന്തെന്നറിയുമോ? നിങ്ങൾ അല്ലാഹു നിങ്ങളുടെ വീടിന്റെ അകത്ത് ഏതെങ്കിലും ഒരു വീട് റസൂലുള്ള പറയുകയാണ്, നിങ്ങളുടെ വീട് നിങ്ങളും മക്ബറകളാക്കരുത്, നിങ്ങളുടെ വീടുകൾ നിങ്ങളും മക്ബറകളാക്കരുത്. നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടണം. ആ വീട്ടിൽ നിന്ന് ശൈത്താൻ വിരണ്ടോടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങളുടെ വീട് നിങ്ങളും മക്ബറകളാക്കരുത്, ഖബർസ്ഥാനാക്കരുത്, ശ്മശാനമാക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടിന്റെ അകത്ത് സൂറത്തുൽ ബഖറ ഓതു, സൂറത്തുൽ ബഖറ ഓതു. ഏത് വീടിന്റെ അകത്ത് സൂറത്തുൽ ബഖറ ഓതുന്നുണ്ടോ അവിടെ നിന്ന് ശൈത്താൻ നിലവിളിച്ചു കൊണ്ടുപോടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് ശൈത്താനും ഇറങ്ങിയോടും, ഏത് കൂടിയ ശൈത്താനും ഇറങ്ങിയോടും സൂറത്തുൽ ബഖറ നിന്റെ വീടിന്റെ അകത്ത് പാരായണം ചെയ്താൽ, അല്ലാഹുവേ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, നിന്റെ വീടിന്റെ അകത്ത് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യൂ, മക്ബറയാക്കരുത്, ഇബ്ലീസ് ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അൻ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു, ഇന്നല്ലാഹ കതബ കിതാബൻ ഖബല അൻ യഖ്ലഖ സമാവാതി വൽ അർള് ബി അൽഫി ആ ഫഅൻസല മിൻഹു ആയതൈനി ഖതമ ബിഹാ സൂറത്തുൽ ബഖറ ലാ യഖറഉ അബദാ. അല്ലാഹു ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അല്ലാഹു ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കിതാബ് ഉണ്ടായിരുന്നു. ആ കിതാബിൽ 2 ആയത്തുകൾ ഉണ്ടായിരുന്നു. ആ കിതാബിൽ 2 കലിമത്തുകൾ ഉണ്ടായിരുന്നു. ആ കലിമത്ത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ. ആ ബഖറയിലുള്ള 2 ആയത്തുകളാ. ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് ആ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ, പടച്ചവനെ, 3 ദിവസം ഇബ്ലീസ് ആ വീടിന്റെ അകത്ത് കടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആയത്തുകൾ, സൂറത്തുൽ ബഖറയിലുള്ള 2 ആയത്തുകൾ അല്ലാഹു പാരായണം ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏതാണ് ആയത്ത്? ഏതായത്ത്? ആയത്തുൽ കുർസിയും ആമന റസൂൽ. ഈ 2 ആയത്തുകൾ, ഈ 2 ആയത്തുകൾ ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നു? എത്ര ദിവസം? 3 ദിവസം. ഈ ആയത്ത് ഓതിയാൽ തന്നെ 3 ദിവസം ഇബ്ലീസ് വീട്ടിൽ കയറില്ല. അപ്പൊ പിന്നെ ബഖറ ഓതിയാലോ? ഖുർആനിൽ 114 സൂറത്തുകൾ ഉണ്ടായിട്ട് അല്ലാഹു ഈ പശു എന്ന് പറയുന്ന ആ ഒരു സൂറത്ത്, ആ സൂറത്തിന്റെ പേരെന്താ? ബഖറ എന്ന് പറഞ്ഞ എന്താ? പശു. ആ പശു എന്ന് പറയുന്ന സൂറത്തിനകത്ത് കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ ആ സൂറത്തിനൊരു മഹത്വമില്ലേ? പറ. കഅബാലയത്തിൽ കൊണ്ടുവന്ന് ഹജറുൽ അസ്വദ് വെക്കണമെങ്കിൽ ആ കഅബയ്ക്കൊരു മഹത്വമില്ലേ? ഈ സൂറത്തുൽ ബഖറ എന്ന് പറയുന്ന അധ്യായത്തിന്റെ അകത്ത് ഈ 2 ആയത്ത് അല്ലാഹു കൊണ്ടുവെക്കണമെങ്കിൽ ഈ ആയത്തിന് ഇത്ര മഹത്വമുണ്ടെങ്കിൽ ആ സൂറത്തിന് ഇത്ര മഹത്വം കാണും. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നു ആ വീടിന്റെ അകത്ത് ഇബ്ലീസ് ഉണ്ടാകില്ല. ഇബ്ലീസ് ആ വീടിന്റെ അകത്ത് കടക്കൂല. ആയത്തുൽ കുർസിയും ആമന റസൂലും ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നു 3 രാത്രികൾ 3 ദിവസങ്ങൾ ആ വീട്ടിൽ ഇബ്ലീസിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അതുപോലും ചെയ്യാറില്ല. നമ്മൾ സൂറത്തുൽ ബഖറ ഏകദേശം 2.25-2.5 ജുസു ഉണ്ടല്ലേ മുസ്ലിമിലെ? ഏകദേശം 2.5 ജുസുവിൽ പുറത്തുണ്ട് സൂറത്തുൽ ബഖറ. ഒന്ന് ഓതായിരുന്നു നോക്കിയേ, പറ്റുമോ? പേജ് ഇങ്ങനെ മറിക്കാനേ പറ്റത്തുള്ളൂ. പേജ് മറിക്കാൻ മാത്രമേ പറ്റൂ. കാരണം വലിയ സൂറത്താ, പാരായണം ചെയ്യാൻ വലിയ പാടാ. പക്ഷെ വേണമെന്ന് വിചാരിച്ചാൽ അരമണിക്കൂർ മതി അത് ഓതാൻ. വേണമെന്ന് വിചാരിച്ചാൽ ഖുർആനുമായിട്ട് പരിചയമുള്ള ഒരാൾക്ക് അരമണിക്കൂർ കൊണ്ട് 3/4 മണിക്കൂർ കൊണ്ട് ഇത് പാരായണം ചെയ്യാൻ പറ്റും. അത് ചെയ്തു കഴിഞ്ഞാൽ നിന്റെ വീടിനകത്തുനിന്ന് ശൈത്താൻ പോകും. അല്ലാതെ തിരിയും കത്തിച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദെ, ശൈത്താനിരുണ്ട് ഉസ്താദെ, അവിടെ ഇരിക്കുന്നു ഉസ്താദെ, ഇവിടെ ഇരിക്കുന്നു ഉസ്താദെ, എന്നിട്ട് പുകയ്ക്കുക. ആരെ പുകയ്ക്കാൻ? ശൈത്താൻ. നീ പുകയ്ക്ക്, ഉന്തിരിക്ക് ഇട്ടുകൊണ്ട് അങ്ങോട്ട് പുകയ്ക്കുക. എന്തിനാ? ഇബ്ലീസ് പുറത്തു പോകാനാണ്. ആദ്യം നിന്റെ തലയ്ക്കകത്ത് കയറിയിരിക്കണം ഇബ്ലീസ് ഇറങ്ങിപ്പോട്ടെ, പിന്നെ പുകയ്ക്കാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സൂറത്തുൽ ബഖറ ആയത്തുൽ കുർസിയെങ്കിലും ഓത്. മക്കളെയൊക്കെ പഠിപ്പിക്ക്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന ആയത്തുൽ കുർസി നിങ്ങളുടെ മക്കളെ പഠിപ്പിക്ക്. ഇബ്ലീസ് തന്നെയല്ലേ പറഞ്ഞത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് ഇൽമു പഠിപ്പിച്ചു കൊടുത്തില്ലേ? രാത്രി മോഷ്ടിക്കാൻ പോയപ്പോ പിടിച്ചപ്പോ 3-ാമത്തെ ദിവസം അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം.
ആയത്തുൽ കുർസിയാ പഠിപ്പിച്ചു കൊടുത്തത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് വീടിൻ്റെ അകത്ത് സൂറത്തുൽ ബഖറ ഓതുന്നുണ്ടോ ആ വീട്ടിൽ ശൈത്താനിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല. ഏത് വീടിൻ്റെ അകത്ത് ആയത്തുൽ കുർസിയും ആമന റസൂലും പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ നിന്ന് ഇബ്ലീസ് പുറത്തിറങ്ങും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പം നമ്മുടെ വീടിൻ്റെ അകത്ത് ബറക്കത്ത് ഉണ്ടാകാനുള്ള വഴിയാ പരിശുദ്ധമായ റജബ് മാസം. അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹുവേ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ തമ്പുരാനെ. എൻ്റെ പ്രഭാഷണം ലൈവായി കേൾക്കുന്ന ആയിരക്കണക്കിന് വരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അൽഹംദുലില്ലാ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാ. പരിശുദ്ധമായ റമളാൻ കടന്നു വരുന്നു. ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ റജബുനു ശഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ് റജബ് മാസമെന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്ന ആ പരിശുദ്ധമായ റജബിൽ അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി, ഒരു പള്ളി കെട്ടുന്നതിന് വേണ്ടി ഒരു സ്ക്വയർ ഫീറ്റിന്റെ പൈസയെങ്കിലും കൊടുക്കാൻ കഴിയുന്നവര് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യൂ. അല്ലാഹുവേ, നിങ്ങളെ പോലെ ഒരുപാട് പേര് പടച്ചവനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്നിട്ട് സ്ക്വയർ ഫീറ്റിന്റെ പൈസ തന്നവരുണ്ട്, സ്വർണ്ണമൂല്യം തന്നവരുണ്ട്. പടച്ചവനെ അവനവനെ കൊണ്ട് കഴിയുന്നത് തന്നവരുണ്ട്. അതുകൊണ്ടാണ് പടച്ചവനെ ഇന്നിവിടത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങളെ സദഖ കൊടുത്തോ. അവസാനം വരെ കാത്തിരിക്കണ്ട. അവസാനമല്ല പടച്ചവനെ ഇവിടുന്ന് ഫാത്തിഹ ഓതി സൂറത്തൂരി സലാത്ത് പറഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ നിനക്ക് വേണ്ടി പടച്ചവനെ ആ ദുആയിലൊന്ന് പങ്കെടുക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാട് സഹോദരങ്ങള് സഹോദരിമാര് പടച്ചവനെ ചെറിയ സദസ്സാണെങ്കിലും വല്ലാത്ത മഹത്തമാ. ഇന്നും ഒരു സഹോദരൻ വിളിച്ചു, ഉസ്താദേ തിരുവനന്തപുരം RCCയിൽ നിന്ന് റിസൾട്ട് വന്നു. എന്റെ ഭാര്യയുടെ വയറിന്റെ അകത്ത് കുടലിന്റെ അകത്ത് ക്യാൻസർ ആണെന്ന് കരുതിയിട്ടാണ് പടച്ചവനെ ടെസ്റ്റിന് അയച്ചത്. ഉസ്താദേ ഡോക്ടർമാര് പോലും അത്ഭുതപ്പെട്ടു. ഈ സദസ്സിൽ വെച്ചല്ലേ നമ്മൾ ദുആ ചെയ്തത്. ഒരു പാവപ്പെട്ട സഹോദരിയുടെ പടച്ചവനെ ഒരു പാവപ്പെട്ട സഹോദരിയുടെ ആ സഹോദരിയുടെ രോഗം മാറാൻ നമ്മൾ ദുആ ചെയ്തെന്ന് വിളിച്ചു പറഞ്ഞ ഉസ്താദേ വലിയ സന്തോഷമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കിഡ്നി മാറ്റി വെച്ചിരുന്ന കാസർഗോഡ് ജില്ലക്കാരനായ പയ്യന്നൂരുള്ള പ്രിയപ്പെട്ട സഹോദരൻ, ഉസ്താദേ ദുആ ഞങ്ങൾ കേട്ടു, ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. പടച്ചവനെ എല്ലാ പ്രശ്നങ്ങളും മാറി, അവിടുന്ന് സക്സസ് ആയെന്ന് വിളിച്ചു പറയുമ്പോ അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ തമ്പുരാന്. ഇതുപോലെ ഒരുപാട് പേര് പടച്ചവനെ ഈ സദസ്സിലെ ദുആ കൊണ്ട് പ്രയാസങ്ങൾ മാറി, അവരുടെ ആവശ്യങ്ങൾ നടന്നു എന്ന് പലരും വിളിച്ചു പറയുമ്പോ വല്ലാത്ത സന്തോഷമാ. അത് മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടല്ല, ഈ ദുആ ചെയ്യുന്നവന്റെ ബർക്കത്ത് കൊണ്ടല്ല, നമ്മുടെ മഹത്വം കൊണ്ടല്ല. അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി പടച്ചവനെ കാണാത്ത പള്ളിക്ക് വേണ്ടി സദഖ കൊടുത്തതിന്റെ പ്രതിഫലമാ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ആരെല്ലാം ഈ പള്ളിക്ക് വേണ്ടി പടച്ചവരെ ചെറുതും വലുതുമായി ഒരുപാട് സദഖ ചെയ്തവരുണ്ട് നാഥാ, നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അതുകൊണ്ട് പടച്ചവനെ കഴിവിന്റെ പരമാവധി 1500 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ്. ഒരു മുസല്ലയ്ക്ക് 10,000 രൂപയാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കൂ അല്ലാ. നീ ഈമാൻ നൽകണേ അല്ലാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, വീടിന്റെ അകത്ത് സമാധാനം വേണോ, വീടിന്റെ അകത്ത് ബർക്കത്ത് വേണോ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് നിന്റെ വീടിന്റെ അകത്ത് കടന്നു വരണോ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരുടെ സാന്നിധ്യമുള്ള വീടാകണോ. റസൂലുള്ളാഹി പറയുകയാ, നിങ്ങൾ ഖുർആൻ ഓതണേ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണേ, നിർബന്ധമായിട്ട് യാസീൻ ഓതണം, വെള്ളിയാഴ്ച കഹ്ഫ് ഓതണം, എല്ലാ ദിവസവും പടച്ചവനെ സൂറത്തുൽ മുൽക്ക് ഓതണം. അല്ലാഹ്
രാത്രി എത്ര തിരക്കുള്ളവരാണെങ്കിലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇഖ്ലാസും മുഅവ്വദത്തൈനിയെങ്കിലും നിങ്ങൾ ഓതിയിട്ട് കിടക്കണേ. അത് നിന്റെ വീടിന്റെ സമാധാനമാ, നിന്റെ വീടിന്റെ സംരക്ഷണമാ, നിന്റെ വീടിന്റെ അകത്ത് അല്ലാഹു ബർക്കത്ത് നൽകാറുള്ള കാരണമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഏഴാമതായി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ക്ലോക്കിൽ നോക്കണ 10:30 ആയതുകൊണ്ടാണോ? ഇൻഷാ അല്ലാഹ് 6 കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ പറഞ്ഞു ദുആ ചെയ്യാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അൻ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഫസല്ലൂ അയ്യുഹൻ നാസ് ഫീ ബുയൂതികും ഫഇന്ന അഫ്ളൽ സ്വലാത്തി സലാത്ത് സുന്നതി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് സുന്നത്ത് നമസ്കരിക്കണേ. സുന്നത്ത് നിങ്ങളുടെ വീടിന്റെ അകത്ത് നമസ്കരിക്കണേ. ആ വീട്ടിൽ അല്ലാഹു സമാധാനം തരും. ആ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ കടന്നുവന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങളുടെ വീടിന്റെ അകത്ത് നിങ്ങൾ എന്ത് നിസ്കരിക്കണം? സുന്നത്ത് നമസ്കരിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ഫർള് പള്ളിയിൽ വന്ന് നിസ്കരിക്കണം, സുന്നത്ത് എവിടെ നിസ്കരിക്കണം? പ്രതിഫലം അഫ്ളൽ എവിടെ നിസ്കരിക്കല? വീട്ടിൽ നിസ്കരിക്കല. അപ്പൊ നിങ്ങളുടെ വീടിന്റെ അകത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പള്ളിയിൽ വന്നു, വീട്ടിൽ പോയി നിസ്കരിക്കലൊക്കെ കണക്കന്നെ. ഇവിടെ തന്നെ നിസ്കരിക്കല നല്ലത്. ഇവിടെ തന്നെ നിസ്കരിക്കല കാണാം. ഇവിടെ നിസ്കരിച്ചില്ലെങ്കിൽ വീട്ടിൽ പോയില്ല. പള്ളിക്കകത്ത് വരുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ദുഹാ എന്ന് പറയുന്ന ഒരു നിസ്കാരമുണ്ട്. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ദുഹാ ഇല്ലേ? എപ്പോഴാ നിസ്കരിക്കേണ്ടത്? ദുഹാ നിസ്കാരം വലിയ പ്രതിഫലം. എന്തിന്റെ പ്രതിഫലം? ഉംറയുടെ പ്രതിഫലം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുഹാ ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ പരിപൂർണ്ണ ഒരു ഉംറ ചെയ്ത പ്രതിഫലം അല്ലാഹുവിന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ളുഹറിന് ബാങ്ക് വിളിക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് വരെ നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്ന ഒരു നമസ്കാരം ദുഹാ നിസ്കാരം വലിയ ഐശ്വര്യമുള്ള നമസ്കാരമാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ കഴിയുന്ന, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു നമസ്കാരമാണ് ദുഹാ നമസ്കാരം. ആ ദുഹാ നിസ്കരിച്ചാൽ പരിപൂർണമായി ഒരു ഉംറയുടെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ തഹജ്ജുദ് നിസ്കാരം, ദുഹാ നിസ്കാരം, എന്റെ പ്രിയപ്പെട്ടവരെ തസ്ബീഹ് നിസ്കാരം, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. തസ്ബീഹ് നിസ്കരിക്കാറുണ്ടോ? 27-ാം രാവിലെ എന്നാ നമ്മൾ തസ്ബീഹ് നിസ്കരിക്കുന്നത്? ഇവിടെ നിസ്കരിക്കുവോ? ഇവിടെ ഞാൻ കഴിഞ്ഞ റമദാൻ ഇല്ലാത്തതുകൊണ്ട് അറിയത്തില്ല. ഇവിടെ തസ്ബീഹ് നിസ്കരിക്കാറുണ്ടോ? നമ്മളൊക്കെ ചങ്ങനാശ്ശേരി പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കും തസ്ബീഹ് നിസ്കാരം. കാരണം എല്ലാവർക്കും അറിയില്ലല്ലോ, ദിക്റുകളൊക്കെ ഉറങ്ങി. അവിടെ എല്ലാ 27-ാം രാവിനും തസ്ബീഹ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കും 4 റക്അത്ത്. അള്ളാഹു ഈ കൊല്ലം നമുക്ക് നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റുന്നവർ എല്ലാ ദിവസവും നിസ്കരിക്കണം. ആഴ്ചയിൽ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പറ്റുന്നവർ വെള്ളിയാഴ്ച നിസ്കരിക്കണം. മാസത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവർ മാസത്തിൽ നിസ്കരിക്കണം. വർഷത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവർ വർഷത്തിൽ നിസ്കരിക്കണം. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണം. തസ്ബീഹ് നിസ്കാരം വലിയ പ്രതിഫലം. തസ്ബീഹ് നിസ്കരിച്ചിട്ടുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തസ്ബീഹ് നിസ്കരിച്ചിട്ട് അള്ളാന്റെ മുന്നിൽ കൈനീട്ടിയ പടച്ച റബ്ബ് തരും. വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. ആരെങ്കിലും തന്റെ ആവശ്യമുണ്ടെങ്കിൽ, നിന്റെ രോഗമോ നിന്റെ കടമോ നിന്റെ പ്രയാസമോ നിന്റെ പ്രതിസന്ധിയോ എല്ലാം മാറണോ, അങ്ങട്ട് 300 ദിക്ർ അങ്ങട്ട് പറയണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇങ്ങനെ ഒരു റക്അത്തിൽ 75, 2 റക്അത്തിൽ 150, 3, 4 റക്അത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ 300 പ്രാവശ്യം ഈ ദിക്ർ പറഞ്ഞിട്ട് അല്ലാഹുടെ മുന്നിൽ ഒരു ഫാത്തിഹ ഓതിയിട്ടൊന്ന് ചോദിച്ചു നോക്ക്. പടച്ച റബ്ബിന്റെ മുന്നിൽ നീ ഒന്ന് കരഞ്ഞു ചോദിച്ചു നോക്ക്, നിന്റെ എന്ത് കാര്യവും സാധിക്കും. ഞാൻ പറഞ്ഞതല്ല, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സമയം കിട്ടുമ്പോ ഭാര്യയെ വിളിച്ച് നിർത്തിയിട്ട് ഒരുമിച്ച് നിസ്കരിക്കാനുള്ളതാ.
ഈ നിസ്കാരങ്ങളൊക്കെ ഭാര്യയും നീയും കൂടെ നിന്റെ വീടിന്റെ അകത്തൊക്കെ ഒന്ന് നിസ്കരിക്കണം. സുന്നത്ത് നമസ്കാരങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് നമസ്കരിക്ക്. അവിടെ അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏത് വീടിന്റെ അകത്താണോ സുന്നത്ത് നമസ്കാരം നടക്കുന്നത്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഇജ്അലൂ ഫീ ബുയൂതികും മിൻ സ്വലാത്തികും, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങളുടെ വീടുകളിൽ നമസ്കാരം നടക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അല്ലാഹുവേ റഹ്മത്ത് ഇറങ്ങുകയാണ്, പടച്ച റബ്ബിന്റെ സഹായം ഇറങ്ങുകയാണ്. നിങ്ങളുടെ വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും അല്ലാഹു നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ പഠിക്കാം. നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ വല്ലാത്ത ടെൻഷനാണല്ലോ, പടച്ചവനെ വീടിനകത്ത് അലമാരിക്കകത്തിരിക്കുന്ന പൈസ കള്ളം കൊണ്ടുപോകുമെന്ന്, നഷ്ടപ്പെട്ടു പോകുമെന്ന് എല്ലാവർക്കും വല്ലാത്ത പേടിയാണല്ലോ. എങ്കിൽ എട്ടാമത്തെ കാര്യം, മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇൻകാന ജുനുഹൽ ലൈൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോ വീടിന്റെ വാതിലടയ്ക്കുമ്പോ ബിസ്മി പറയാതെ അടയ്ക്കല്ലേ, പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ വാതിലടയ്ക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ എവിടെ എന്ന് പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ വാതിലടയ്ക്കുമ്പോൾ എന്തു പറയണം? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, രാത്രിയുടെ തുടക്കമായാൽ അല്ലെങ്കിൽ സന്ധ്യയായി കഴിഞ്ഞാൽ നിങ്ങൾ വാതിലുകൾ അടയ്ക്കുകയും അല്ലാഹുവിന്റെ നാമവും സ്മരിക്കുകയും ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം എന്തെന്നറിയുമോ? പിശാച് ആ വീട്ടിൽ നിന്ന് ഓടി ഒളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ വൈകുന്നേര സമയമാകട്ടെ രാത്രി സമയമാകട്ടെ, പണ്ട് വൈകുന്നേരം വാതിലടച്ച പിന്നെ തുറക്കാറില്ല. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ മഗ്രിബിന്റെ സമയം കഴിഞ്ഞ് ഫ്രണ്ടിലെ വാതിൽ പിന്നെ തുറക്കാറില്ല, ഗേറ്റ് തുറക്കാറില്ല. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവർ, ഇപ്പൊ പാതിരാത്രി 12 മണിക്കും നമ്മൾ എന്താ ചെയ്യുക? മക്കൾ കയറി വരുന്നത് 12 മണിക്ക്, താക്കോൽ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ചില മക്കൾ പോക്കറ്റിട്ടുണ്ട് അടക്കണേ, അവൻ തന്നെ തുറന്നു കയറുക. എന്ത് ബിസ്മി, എന്ത് കാവല്! എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വാതിലടയ്ക്കുന്ന സമയം ബിസ്മി പറഞ്ഞുകൊണ്ട് അടയ്ക്കണം. ഇബ്ലീസ് അട്ടഹസിച്ചുകൊണ്ട് ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളും ചെയ്തു നോക്ക്. നമ്മളെങ്ങനെ? എന്റെ പ്രിയപ്പെട്ടവരെ, വൈകുന്നേര സമയമായാൽ വീടിന്റെ പുറത്തു മക്കളെ ഇറക്കരുത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു, ഒരു ചെറിയ കുട്ടി, കണ്ണൂരുള്ള നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു കുട്ടിയാ, എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഉപ്പ പറഞ്ഞു, ഉസ്താദെ, വൈകുന്നേര സമയത്ത് പുറത്തേക്ക് പോയപ്പോൾ എന്തോ കണ്ടു പേടിച്ചതാ ഒരു കുട്ടി, ചെറിയൊരു പെൺകുട്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, കൊച്ചു കുട്ടികളെ ദയവ് ചെയ്ത് മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വൈകുന്നേര സമയം നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വീടിന്റെ പുറത്തു വിടരുത്. ഒരു കാരണവശാലും നിങ്ങൾ കുട്ടികളെ പുറത്തേക്ക് വിടാൻ പാടില്ല. കാരണം അത് പുറത്തിറങ്ങേണ്ട സമയമല്ലെന്ന് നബിയിന റസൂലുള്ളാഹി. നമ്മളതിനെ ശ്രദ്ധിക്കാറുണ്ടോ? കൊച്ചുകുട്ടികളെ പ്രത്യേകിച്ച് ഈ മഗ്രിബിന്റെ സമയമൊക്കെ ആകുമ്പോൾ എന്താ പറയുക, ആ സമയത്താണ് ശൈത്താനുകളൊക്കെ ഇറങ്ങുന്നത്. ആ സമയത്ത് നമ്മുടെ മക്കളെ പുറത്തു വിട്ടാൽ ഈ അലഞ്ഞു തിരിഞ്ഞടക്കണ ഏതെങ്കിലും കേറിയ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും കണ്ട് നമ്മുടെ മക്കളൊക്കെ ഭയന്നു പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രയാസപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 9ാമതായിട്ട് അവിടെ നിന്ന് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വീടിന്റെ വാതിലടയ്ക്കുന്ന സമയം നിങ്ങൾ ബിസ്മി പറഞ്ഞുകൊണ്ട് അടയ്ക്കണം. കാരണം ഇബ്ലീസ് അട്ടഹസിച്ചുകൊണ്ട് ഓടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഞാൻ നിർത്തുകയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടുന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൻ കാന ജുഹുൽ ലൈലി ഔ അംസുഹു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രാത്രിയിൽ നിങ്ങൾ വെള്ളപാത്രം അടയ്ക്കുന്ന സമയം ബിസ്മി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, രാത്രിയിൽ വെള്ളത്തിന്റെ പാത്രം, ഭക്ഷണം, ഇതെല്ലാം നമ്മൾ അടയ്ക്കുന്ന സമയത്ത് എന്തു പറയണം?
പറയാറുണ്ടോ? പണ്ടുള്ള ആൾക്കാർ നിങ്ങൾ നോക്കിക്കേ, പണ്ട് ഈ ഭക്ഷണ പാത്രത്തിന്റെ മുകളിൽ എന്തെങ്കിലും എടുത്തു വെക്കും, അടപ്പ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരെണ്ണെടുത്ത് അടച്ചു വെക്കും. എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ പാത്രം എടുത്ത് അടയ്ക്കലല്ല, അതിന്റെ മുകളിൽ ഒരു ഭാരം കൂടെ വെക്കും. വെറുതെ ആയിരുന്നില്ലത്. മഹാനായ പ്രവാചകൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, നിങ്ങൾ വെള്ളപാത്രങ്ങൾ അടയ്ക്കുന്ന സമയത്ത് രാത്രിയുടെ തുടക്കമായാൽ അല്ലെങ്കിൽ സന്ധ്യ സമയമായാൽ നിങ്ങളുടെ വെള്ളപാത്രങ്ങൾ നിങ്ങൾ കെട്ടിയടയ്ക്കുകയും നിങ്ങളുടെ പാത്രങ്ങൾക്ക് മുകളിൽ നിങ്ങളൊരു വിലങ്ങ് വിൽക്കുകയും ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാ, വെറുതെ ഒന്നും പറഞ്ഞല്ല. ഇമാം ബുഖാരി തങ്ങളായി ഒരു ഹദീസ് ഇമാം ബുഖാരിയിൽ കാണാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വെള്ളപാത്രം നിങ്ങൾ ബിസ്മി പറഞ്ഞിട്ട് അടയ്ക്കണം, എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു വിലങ്ങായിട്ട് എന്തെങ്കിലും എടുത്തു വെക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പണ്ടുള്ള ഉമ്മമാർക്ക് വിവരമില്ലെന്ന് പറയണവനെ തല്ലണം. പണ്ടത്തെ അമ്മമാർക്ക്, നമ്മുടെ അമ്മമാർക്കൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോ നമ്മൾ കളിയാക്കും. എന്താന്നില്ലേ, നമ്മൾ വിലങ്ങ് വെക്കും. എവിടെ നമ്മൾ വിലങ്ങ് വെക്കുന്ന എവിടാ? നമ്മൾ വിലങ്ങ് വെക്കുന്ന എവിടാ? വീടിന് അടുക്കള വാതിലുണ്ട്, അടുക്കള വാതിൽ 2 കുറ്റിയും പൂട്ടും, എന്നിട്ട് കമ്പിയുടെ ഒരെണ്ണം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ക്രോസ്, അതിനെന്താ പറയാ? ആരെങ്കിലും കതവ് തെള്ളിയാ തുറക്കാതിരിക്കാൻ, ആരെങ്കിലും കതക് തെള്ളിയാ തുറക്കാതിരിക്കാൻ മുകളിലും കുറ്റി, താഴെയും കുറ്റി, സെൻട്രൽ പൂട്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു കമ്പി വിലങ്ങ് വെക്കും വാതിലിന്. അവിടെ അല്ലടാ ചങ്ങാതി വെക്കേണ്ടത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അടച്ചു വെച്ചിട്ട് അതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അത് തെളിഞ്ഞ് സ്വാഭാവികമായിട്ട് താഴെ വീണാലോ, താഴെ വീണ് പോകണ്ടല്ലോ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ വിലങ്ങായിട്ട് വെക്ക്, വെച്ചാ മാത്രം പോരാ, അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് വെക്ക് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇന്ന് എത്ര ഇൽമു പഠിച്ചു? 10 എണ്ണം. 10 അറിവാണെന്ന് പഠിച്ചത്. ഒരു വീടിന്റെ അകത്ത് പാലിക്കേണ്ട 10 നിയമങ്ങൾ. ഒന്നാമത്തത് എന്താ? വീട്ടിലേക്ക് കിടക്കുമ്പോ എന്തു പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2, വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. 3, ഏത് കാല് വെച്ച് കയറണം? വലത് കാല് വെച്ച് കയറണം. 4, വീടിന്റെ അകത്ത് പ്രവേശിച്ചാൽ എന്തു പറയണം? സലാം പറയണം. 5, വീടിന്റെ അകത്ത് അള്ളാഹുവിന്റെ ദിക്റുകൾ പറയണമെന്ന് പറഞ്ഞ സ്ഥലത്ത് പറയണം, ഇല്ലെങ്കിൽ നിന്റെ വീട് മരണ വീടാകും. അള്ളാഹു കാക്കുമാറാകട്ടെ. 6, 7, 5 കഴിഞ്ഞ് 6 കഴിഞ്ഞ് 7 ഖുർആൻ പാരായണം ചെയ്യണം. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. പ്രത്യേകിച്ച് അതിലെ 2 ആയത്തുകൾ നീ പാരായണം ചെയ്യണം. ഖുർആനിലെ സൂറത്തുൽ ബഖറ ഓതിയാൽ നിന്റെ വീട്ടിൽ നിന്ന് ഇബ്ലീസ് പോകും. 3 ദിവസം സൂറത്തുൽ ബഖറ അല്ലെങ്കിൽ സൂറത്തുൽ ബഖറയിലെ 2 ആയത്തുകൾ ഓതിയാൽ 3 ദിവസം ഇബ്ലീസിൽ നിന്ന് കാവൽ അല്ലാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത് 8ാമത്തെ കാര്യം, സുന്നത്ത് എവിടെ വെച്ച് നിസ്കരിക്കണം? സുന്നത്ത് എവിടെ വെച്ച് നിസ്കരിക്കണം? വീടിനകത്ത് വെച്ച് സുന്നത്ത് നമസ്കരിക്കണം. ളുഹാ, തസ്ബീഹ് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ഫർള് നമസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക. 9, രാത്രി കാലങ്ങളിൽ വാതിലടക്കുമ്പോ എന്തു പറയണം? ബിസ്മി പറഞ്ഞ് അള്ളാനെ ഏൽപ്പിക്കണം. 10, വെള്ളപാത്രം അടച്ചു വെക്കുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട് അടച്ചു വെക്കുകയും അതിന്റെ മുകളിൽ ഒരു വിലങ്ങ് വെച്ചു കൊടുക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയുണ്ട് 5 എണ്ണം കൂടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അല്ലാഹുമ്മ അഹ്സിൻ ആകിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസിയ്യിദ് ദുനിയാ വഅദാബിൽ ആഖിറ. റഹ്മ റഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ അല്ലാഹ്,
ഉമ്മമാരുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ തമ്പുരാന്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലാക്കണേ തമ്പുരാന്. അല്ലാഹുവേ പടച്ചവനെ നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ആമീൻ പറയുന്നില്ല റബ്ബേ. ഈ ആമീൻ പറയാം നീ തെരഞ്ഞെടുത്തവര് മാത്രമേ ഉള്ളൂ റഹ്മാൻ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ആമീൻ പറയുകയാണല്ലോ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടല്ലേ അല്ലാ, ഈ നീട്ടുന്ന കയ്യ നീ തട്ടല്ല അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി തമ്പുരാൻ. കുറ്റബോധമുണ്ട് റഹ്മാൻ. നന്നാകണമെന്ന് ആഗ്രഹമുണ്ട് പടച്ചവര്. ഇനി ഒരിക്കലും ചെയ്യില്ലെന്നുള്ള ഉറപ്പുണ്ട് റഹ്മാൻ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. ഞങ്ങളെ ആട്ടി ഓടിക്കല്ലേ അല്ലാ. ഞങ്ങളെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ നന്നാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ അല്ലാ. ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാ. നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. പടച്ചവരെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മാറടി മണ്ണിന്റെ അകത്താണ് റഹ്മാന്. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല തമ്പുരാറ്. പുറത്തു കൊടുക്കണേ തമ്പുരാറ്. കരുണ കാണിക്കണേ തമ്പുരാറ്. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാറ്. അവരുടെ പൊരുത്തം നൽകണേ തമ്പുരാറ്. പടച്ചവനെ ഞങ്ങളിൽ പലരും മരുന്ന് കഴിക്കുന്നവരാണ് റഹ്മാന്. മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗമുള്ളവരുണ്ട് റഹ്മാന്. അല്ലാഹുവേ ക്യാൻസർ മാറ്റണേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ. ട്യൂമർ നൽകല്ലേ അല്ലാ. കിഡ്നി തകർക്കല്ലേ അല്ലാ. ശരീരം തളർത്തല്ലേ അല്ലാ. പടച്ചവനെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. പടച്ചവനെ ഈ സദസ്സിലെ ദുആയിലൂടെ ഒരുപാട് പേരുടെ രോഗം മാറി തമ്പുരാറ്. ഒരുപാട് പേരുടെ കടം മാറി തമ്പുരാറ്. ഒരുപാട് പേർക്കും മക്കളെ കൊടുത്ത് തമ്പുരാറ്. ക്യാൻസർ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി പടച്ചവര്. ഒരുപാട് ഓപ്പറേഷനുകൾ നീ വിജയിപ്പിച്ചു റഹ്മാന്. അല്ലാഹുവേ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും നീ മാറ്റണേ തമ്പുരാന്. ഞങ്ങളുടെ രോഗങ്ങൾ നീ പനിയാക്കി മാറ്റണേ അല്ലാ. എല്ലാം ഈ പള്ളിക്ക് വേണ്ടി സദക്ക നൽകിയതിന്റെ ബർക്കത്താ അല്ലാ. ഈ മജ്ലിസ് നീ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ദുആ സ്വീകരിക്കുന്നത് തമ്പുരാന്. മക്കളില്ലാത്ത ഒരുപാട് പാപങ്ങളുണ്ട് റഹ്മാന്. മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം മാറ്റണേ അല്ലാ. പലിശയിൽ പെട്ടുപോയിട്ട് രക്ഷപ്പെടാൻ വഴിയില്ലാതെ കരയുന്നവരുണ്ട് റഹ്മാന്. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ജോലി നഷ്ടപ്പെട്ടവരുണ്ട് റഹ്മാന്. നാട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ കഴിയാത്തവരുണ്ട് റഹ്മാന്. എപ്പോ വേണമെങ്കിലും പിരിച്ചു വിടുമെന്ന് പേടിച്ച് കഴിയുന്നവരുണ്ട് റബ്ബ്. നീ കൈവിടല്ലേ അല്ലാ. നീ കൈവിടല്ലേ അല്ലാ. അവർ നീ സഹായിക്കണേ അല്ലാ. ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ. അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. എന്തെങ്കിലും വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഉസ്താദന്മാരെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ പ്രായമുള്ളവരെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ജമാഅത്തിന്റെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഈ ക്യാമറയുടെ പ്രവർത്തകന്മാരെ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ മണിക്കൂറുകളായി കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ട് ഉസ്താദേ നിങ്ങളുടെ ദുആയിക്ക് ആമീൻ പറയാൻ കാത്തിരിക്കുകയാ. ഞങ്ങളെ മറക്കല്ലേ എന്ന് കാത്തിരിക്കുന്ന 3000 കണക്കിന് ആൾക്കാരുണ്ട് റബ്ബേ. അല്ലാഹുവേ നീ അവരെ കൈവിടല്ലേ അല്ലാ. 1000കണക്കിന് പേര് ആമീൻ പറയുന്നു റഹ്മാനെ. നീ തട്ടിക്കളയല്ല പടച്ചവരെ. അവരുടെ പ്രയാസം മാറ്റി റഹ്മാനെ. സീരിയലും സിനിമയും കണ്ട് പടച്ചവനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇൽമു കേൾക്കാൻ കാത്തിരുന്ന പാവങ്ങളാ അല്ലാ. അവരെ നീ കൈവിടല്ലേ അല്ലാ. അവരെ നീ കൈവിടല്ലേ അല്ലാ. അവരുടെ അവസാനം നന്നാക്കണേ അല്ലാ. അവർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാ. ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ചവരെ നീ കൈവിടല്ലേ തമ്പുരാര്. നീ ഏറ്റെടുക്കണേ തമ്പുരാര്. നീ കാവല് കൊടുക്കണേ തമ്പുരാര്. എല്ലാ ക്ലാസ്സിൽ വരുന്നവർക്കും പടച്ചവനെ കുടിക്കാൻ ചായയും ഭക്ഷണവും കൊടുക്കുന്നവർ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്കറിയാം ഈ ദുആ കൊണ്ട് അവർക്ക് രക്ഷയുണ്ടെന്നറിയാമല്ലാ. അവരുടെ ഉമ്മയ്ക്ക് നീ
ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ആ കൂടപ്പുറപ്പുകളുടെ സ്നേഹബന്ധം നിലനിർത്തണേ അല്ലാ. മരണപ്പെട്ട പിതാവിന്റെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. ഇന്ന് ഭക്ഷണം കൊടുക്കുന്ന കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇന്നീ സദസ്സിലിരിക്കേണ്ട വാപ്പയാ പടച്ചവനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. റബ്ബേ, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ, പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാ. ആ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. നല്ല മരണം തരണേ തമ്പുരാനെ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ തമ്പുരാനെ. കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. മരിക്കുന്ന കാലം വരെ ആരുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഈ പള്ളിയുടെ പണി നീ മുടക്കല്ലേ അല്ലാ. ഈ പള്ളിയുടെ പണി നീ മുടക്കല്ലേ അല്ലാ. എല്ലാ വഴികളും നീ തുറക്കണേ അല്ലാ. ഏത് മനുഷ്യന്റെയും ഹൃദയം തുറപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമല്ലോ അല്ലാ. പടച്ചവനെ, ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ ബർക്കത്ത് കൊണ്ട് നീ ഖൈറിലാക്കണേ അല്ലാ. നീ വിജയം നൽകണേ അല്ലാ. പടച്ചവനെ, ഈ ദുആയ നീ സ്വീകരിക്കണേ റബ്ബേ. എൻ്റെ പിതാവിൻ്റെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഈ ശബ്ദം നിലനിർത്തണേ അല്ലാ. പാപങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാ. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ റഹ്മാനെ. പടച്ചവനെ, ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ല മരണം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. സദക്ക നൽകിയവരെ മുഴുവനും നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് റഹ്മാനെ. അല്ലാഹുവേ, മലപ്പുറത്ത് നിന്ന് മുനീസ എന്ന +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥി, അല്ലാഹുവേ, പൊന്നുമകൾക്ക് നല്ല വിജയം കൊടുക്കണേ തമ്പുരാനെ. നല്ല ഭാവി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല അല്ലാ. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമല്ലോ റഹ്മാനെ. എല്ലാ വിപത്തുകളും നീ തട്ടിമാറ്റണേ പടച്ചവരെ. നിന്റെ കാവല് നൽകണേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ. പടച്ചവനെ, ആരെല്ലാം ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ടോ അവരുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഈ ദുആ അവസാന ദുആക്കല്ല റബ്ബേ. ഈ മജ്ലിസ് അവസാന മജ്ലിസ് ആക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഇന്നിവിടെ നിന്ന് പിരിഞ്ഞ് നാളെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ. തൗബയാക്കണേ റബ്ബേ. തൗബയാക്കണേ നാഥാ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല